ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 500 ഒഴിവുകളാണുള്ളത്. കേരളത്തിലും നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിലാണ് ടോട്ടൽ 500ഓളം ഒഴിവുകളുമായി ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 3/5/2025 മുതലാണ്. 23/5/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഫീസ് അസിസ്റ്റന്റ് പിയൂൺ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ടോട്ടൽ 500 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. SC 65, ST 33, OBC 108, EWS 42, UR 252. കേരളത്തിൽ 19 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 18 മുതൽ മാക്സിമം 26 വയസ്സ് വരെയാണ്. SC STക്ക് 5ഉം OBCക്ക് 3ഉം PWBD കാൻഡിഡേറ്റ്സിന് 10ഉം മറ്റ് വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് വരുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. SSC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 19,500 മുതൽ 37,815 രൂപ വരെയാണ് ലഭിക്കുന്നത്. കൂടാതെ DA, HRA, CCA, സ്പെഷ്യൽ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ് കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 600 രൂപയും പ്ലസ് ആപ്ലിക്കബിൾ ടാക്സസ് പ്ലസ് പേയ്മെൻറ്റ് ഗേറ്റ്വേ ചാർജസും ഉണ്ടായിരിക്കുന്നതാണ്. SC ST, PWBD, EXS ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുക. കൂടാതെ ആപ്ലിക്കബിൾ ടാക്സസ് പ്ലസ് പേയ്മെൻറ്റ് ഗേറ്റ്വേ ചാർജസും ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ വഴിയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ്, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഇനി ഓൺലൈൻ ടെസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 100 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുക. ടോട്ടൽ ടൈം ഡ്യൂറേഷൻ 80 മിനിറ്റ് ആണ് വരുന്നത്. നെയിം ഓഫ് ദ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 മാർക്കിൻ്റെ 25 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുക. മീഡിയം ഓഫ് ടെസ്റ്റ് ഇംഗ്ലീഷിലാണ്. അടുത്തത് ജനറൽ അവയർനെസ് 25 മാർക്കിൻ്റെ 25 ക്വസ്റ്റ്യൻ, എലമെൻ്ററി അരിത്തമെറ്റിക് 25 മാർക്കിൻ്റെ 25 ക്വസ്റ്റ്യൻ, സൈക്കോമെട്രിക് ടെസ്റ്റ് റീസണിങ് 25 മാർക്കിൻ്റെ 25 ക്വസ്റ്റ്യൻ. ഇങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യനാണ് വരുന്നത്. മീഡിയം ഓഫ് ടെസ്റ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ UT ആണ്. കേരളത്തിലെ മീഡിയം ഓഫ് എക്സാമിനേഷൻ വരുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളത്തിലാണ്. കേരളത്തിൽ ഓൺലൈൻ ടെസ്റ്റിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് കൊച്ചി, കോഴിക്കോട് ആൻഡ് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും ഉണ്ടായിരിക്കണം. സെലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൾ ലെറ്റേഴ്സ് രജിസ്റ്റേർഡ് ഇമെയിൽ വഴിയാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. www.bankofbaroda.in/career.htm എന്ന പേജിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സ്കാനഡ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ കൂടാതെ മറ്റ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സുകളും ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും അപ്ലൈ ചെയ്യേണ്ടതെന്നും വിശദമായ വിവരങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.